എൻ്റെ പേര് ആർദ്ര. ഞാൻ നിങ്ങൾക്ക് +1 ബയോളജി ക്ലാസ് ആണ് എടുക്കുന്നത്. ഞാൻ +1 ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എല്ലാവരും നാളെ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു അക്കാഡമിക് ഇയർ നേരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഈ വർഷം മുതൽ, അതായത് +1 ഹയർ സെക്കൻഡറി ലെവലിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ബയോളജിയിൽ 22 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ആ 22 ചാപ്റ്ററിനെ 11 ചാപ്റ്റർ സുവോളജിയിൽ നിന്നും ബാക്കി 11 ചാപ്റ്റർ ബോട്ടണിയിൽ നിന്നും ആക്കുന്നുണ്ട്. നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ ബയോളജിയിൽ 8 ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. പക്ഷേ +1ലേക്ക് വന്നപ്പോൾ അത് 22 ചാപ്റ്റേഴ്സ് ആയി. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. 10 ഞങ്ങൾ 8 എണ്ണേ പഠിച്ചുള്ളൂ. +1ലേക്ക് വന്നപ്പോൾ 22 എണ്ണമായിരുന്നൊന്നും ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളാണ്. ക്ലാസ് മാത്രം കേട്ടിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് +1 ബയോളജി ക്ലാസ്സിലേക്ക് തുടങ്ങാം. നിങ്ങൾ 8ാം ക്ലാസ് മുതലാണല്ലേ ബയോളജി പഠിച്ചു തുടങ്ങിയത്. എന്താണ് ബയോളജി? എന്തായിരുന്നു ബയോളജി എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം, ജീവനുള്ളവയെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബയോളജി എന്ന് പറയുന്നത്. ഈ ബയോളജി എന്ന് പറയുന്ന വേർഡ് 2 വേർഡിൽ നിന്നാണ് വന്നത്. ഒന്ന് ബയോസ് ആൻഡ് ലോഗോസ്. ബയോസ് എന്ന് വെച്ചാൽ ലൈഫ് എന്നും ലോഗോസ് എന്ന് വെച്ചാൽ സ്റ്റഡി എന്നുമാണ് അർത്ഥം. അതായത് ലൈഫിനെ പറ്റിയുള്ള സ്റ്റഡിയെയാണ് നമ്മൾ ബയോളജി എന്ന് പറയുന്നത്. ഈ ബയോളജിയുടെ ഫാദർ, അതായത് ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാണ് ആരെയാണ്? അരിസ്റ്റോട്ടിലാണ് ബയോളജിയുടെ ഫാദർ അല്ലെങ്കിൽ ബയോളജിയുടെ പിതാവ് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ മുൻപേ പറഞ്ഞായിരുന്നു, നിങ്ങൾ +1ലേക്ക് വരുമ്പോൾ ബോട്ടണി, സുവോളജി എന്നിങ്ങനെ രണ്ടായിട്ട് പഠിക്കുമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് സുവോളജിയിൽ 11 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്, ബോട്ടണിയിൽ 11 ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഈ സുവോളജിയുടെ ഫാദർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ബയോളജിയുടെ ഫാദറും അരിസ്റ്റോട്ടിൽ എന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ സുവോളജിയുടെ ഫാദറും ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഈ കൊച്ചാട്ടൻ ചെറിയ പുള്ളിയൊന്നുമല്ല, 2 പേരുടെയും ഫാദറാണ്. അപ്പോൾ ആരും മറന്നു പോകരുത്. പ്രത്യേകിച്ച് എൻട്രൻസ് എക്സാം ഒക്കെ എഴുതാൻ പ്രിപ്പയർ ആവുന്ന കുട്ടികളാണെങ്കിൽ ഇത് എന്തായാലും ഓർത്തിരിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ബോട്ടണിയുടെ ഫാദർ എന്ന് പറയുന്നത് തിയോപാസ്റ്റേഴ്സ് ആണ്. തിയോപാസ്റ്റേഴ്സ് US ആണ്. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സുവോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ജന്തുശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആനിമൽസിനെ പറ്റിയുള്ള സ്റ്റഡി, അതായത് ജന്തുക്കളെ പറ്റിയുള്ള സ്റ്റഡിയാണ് സുവോളജി എന്ന് പറഞ്ഞാൽ. അതേപോലെ ബോട്ടണി എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ പറ്റിയുള്ള സ്റ്റഡി, അതായത് സസ്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറഞ്ഞാൽ ബോട്ടണി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ സുവോളജി, നമ്മൾ ആദ്യം എടുക്കുന്ന ചാപ്റ്റർ സുവോളജിയിലെ ലിവിങ് വേൾഡ് ആണ്. അതായത് ലിവിങ് വേൾഡ് എന്ന് വെച്ചാൽ എന്താണ്? ജീവലോകം. അതായത് നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, ലിവിങ്ങും നോൺ ലിവിങ് തമ്മിലുള്ള വ്യത്യാസം, ജീവനുള്ളവയും ജീവനില്ലാത്തവയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയായിരുന്നു? ജീവനുള്ളവയുടെ എന്തൊക്കെയായിരുന്നു? ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു? അതിന് ചലിക്കാന്, മൂവ്മെന്റിന്, അങ്ങനെയൊക്കെയുള്ള ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള പ്രത്യേകത ഫീച്ചേഴ്സ് ഉള്ളതാണ് എന്തെന്ന് പറഞ്ഞാൽ ലിവിങ് ഓർഗാനിസംസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രത്യേകതകളൊക്കെ തന്നെയാണ് നമ്മൾ സുവോളജിയുടെ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിലും പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസം, എന്തൊക്കെയാണ് ലിവിങ് ഓർഗാനിസത്തിന്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് അത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മുടെ ലിവിങ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്. എന്താണ് ഗ്രോത്ത്? എന്താണ് ഗ്രോത്ത്? വളർച്ച. അപ്പോൾ ഈ ഗ്രോത്ത് എങ്ങനെയാണ് ഈ ലിവിങ് ഓർഗാനിസത്തിന് ഉണ്ടാവുന്നതെന്നാണ് നമ്മൾ ആദ്യമേ പഠിക്കുന്നത്. എല്ലാ ലിവിങ് ഓർഗാനിസത്തിനും ഗ്രോത്ത് ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് ഈ ഗ്രോത്ത് ഉണ്ടാവുന്നത്? അത് നമുക്കറിയാവോ? എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സെൽ ഡിവിഷൻ വഴിയാണ് എങ്ങനെ ലിവിങ് ഓർഗാനിസത്തിന് ഗ്രോത്ത് ഉണ്ടാകുന്നത്, അഥവാ വളർച്ച ഉണ്ടാകുന്നത്. കോശ വിഭജനം എന്ന് പറയുന്ന പ്രോസസ്സിലൂടെയാണ് ഗ്രോത്ത് അറ്റൈൻ ചെയ്യുന്നത്. ഇത് ലിവിങ് ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ബൈ സെൽ ഡിവിഷൻ. കോശ വിഭജനം വഴി അവയ്ക്ക് വളർച്ച അറ്റൈൻ ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ ലിവിങ് ഓർഗാനിസത്തിന്റെ അടുത്ത പ്രത്യേകതയാണ് റീപ്രൊഡക്ഷൻ, അഥവാ അല്ലെങ്കിൽ പ്രത്യുൽപാദനം. എന്താണ് റീപ്രൊഡക്ഷൻ? ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യങ് വൺസ് ഈസ് കോൾഡ് റീപ്രൊഡക്ഷൻ. അതായത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ്. എന്താണ്? പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് യങ് വൺസ്, കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഈ റീപ്രൊഡക്ഷൻ തന്നെ 2 തരത്തിലുണ്ട്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? അലൈംഗിക പ്രത്യുൽപാദനം. അതായത് ഒരു പേരന്റ് മാത്രം
പങ്കെടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് എന്ന് പറഞ്ഞാൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത്. റീപ്രൊഡക്ഷൻ ബൈ എ സിംഗിൾ പേരന്റ് ഈസ് കോൾഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അതായത് ഫിഷൻ വഴിയായിരിക്കും ഇത് നടക്കുന്നത്. ആ ജീവി രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വിഭജനം നടന്ന് അത് യങ് വൺസ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അമീബ, അതേപോലെ തന്നെ ഫംഗസ്. ഇനി ഫംഗസ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്? സ്പോർസിൽ ഒരു പൗഡർ ലൈക്ക് സബ്സ്റ്റൻസിൽ ഉണ്ടാക്കിയിട്ട് അതുവഴിയായിരിക്കും ഈ ഫംഗസ് ഒക്കെ ആണെങ്കിൽ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടത്തുന്നത്. അതേപോലെ ഹൈഡ്ര ആണെങ്കിൽ ബഡ്ഡിങ് വഴിയായിരിക്കും, അതായത് മുകുളനം വഴി അങ്ങനെയായിരിക്കും അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പൊ എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ? റീപ്രൊഡക്ഷൻ ബൈ എ സിംഗിൾ പേരന്റ് ഈസ് നോൺ ആസ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്നാണ് പറയുന്നത്. എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറഞ്ഞാൽ ഒരു മെയിൽ പേരന്റും ഒരു ഫീമെയിൽ പേരന്റും കൂടെ ഇൻവോൾവ് ചെയ്ത് യങ് വൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്തെന്ന് പറഞ്ഞത്? ഹ്യൂമൻ ബീങ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഹ്യൂമൻ ബീങ്സ് എല്ലാം റീപ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ മെയിൽ പേരന്റും ഫീമെയിൽ പേരന്റും ഇൻവോൾവ് ചെയ്ത് സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയാണ് ഈ ഹ്യൂമൻ ബീങ്സ് എല്ലാം റീപ്രൊഡക്ഷൻ നടത്തുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണല്ലേ? നമുക്കുണ്ട് ഒരച്ഛനും ഒരമ്മയും, അതായത് ഒരു ഫാദറും ഒരു മദറും കൂടി ഇൻവോൾവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അടുത്ത റീപ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അടുത്ത ഫീച്ചർ എന്ന് പറഞ്ഞാൽ റെസ്പോൺസ് ആണ്, അതായത് പ്രതികരണം. നമുക്ക് എല്ലാവർക്കും ഉണ്ടല്ലേ പ്രതികരണം? ലിവിങ് ഓർഗാനിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് പ്രതികരണം ഉണ്ടാവുക എന്നുള്ളത്. അതായത് നമ്മളെ ഇപ്പോൾ ഒരാൾ അടിക്കാൻ വരുവാണെങ്കിൽ നമ്മൾ ഓടുമല്ലേ? അതാണ് എന്തെന്ന് പറഞ്ഞാൽ റെസ്പോൺസ് എന്ന് പറഞ്ഞത്. ലിവിങ് ഓർഗാനിസത്തിന്റെയും ഏറ്റവും വലിയ പ്രത്യേകതയാണ് എന്താ? എന്തിനോട് പ്രതികരിക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അടുത്തത് നമ്മൾ നോക്കുന്നത് മെറ്റബോളിസം എന്നാൽ എന്താണ്, അഥവാ ഉപാപചയ പ്രവർത്തനം എന്നാൽ എന്താണ്. എല്ലാ ജീവജാലങ്ങൾക്കും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻസ് കൊണ്ടാണ്. കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഈ മെറ്റബോളിസം തന്നെ രണ്ട് തരത്തിലുണ്ട്. കറ്റബോളിസം ഉണ്ട്, അനബോളിസം ഉണ്ട്. കറ്റബോളിസം എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഡൗൺ പ്രോസസ്സാണ്. അതിനെ കട്ടിംഗ് ഡൗൺ പ്രോസസ് എന്നും പറയാറുണ്ട്. അതായത് ഒരു കോംപ്ലക്സ് മോളിക്യൂളിൽ നിന്നും ഒരു സിമ്പിൾ മോളിക്യൂൾസ് ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് കറ്റബോളിസം എന്ന് പറയുന്നത്. അതായത് ലിപ്പിഡും ഫാറ്റും ചേർന്നിട്ട് ഫാറ്റി ആസിഡ് ഗ്ലിസറോൾ ഉണ്ടാവുന്നത് ഈ കറ്റബോളിസത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അടുത്തത് പറഞ്ഞ അനബോളിസം. ഈ കറ്റബോളിസത്തിന് നേരെ തിരിച്ചാണ് ഈ അനബോളിസം എന്ന് പറഞ്ഞത്. അതായത് കോംപ്ലക്സ് മോളിക്യൂളിൽ നിന്നും സിമ്പിൾ മോളിക്യൂൾ ആണ് എവിടെ? നമ്മുടെ കറ്റബോളിസത്തിൽ ഉണ്ടാവുന്നത്. എന്നാൽ അനബോളിസം വരുമ്പോൾ ഒരു സിമ്പിൾ മോളിക്യൂളിൽ നിന്നും ഒരു കോംപ്ലക്സ് മോളിക്യൂൾ ഉണ്ടാകുന്നത്. അതായത് ഒരു സിന്തസിസ് നടക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനബോളിസം എന്ന് പറയുന്നത്. ഇനി അടുത്തെന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ്. അതായത് എല്ലാ ജീവജാലങ്ങൾക്കും ചുറ്റുപാടിനെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടായിരിക്കും. നമുക്കും ഉണ്ടല്ലേ സെൽഫ് കോൺഷ്യസ്നെസ്? അതുകൊണ്ടല്ലേ നമ്മൾ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചുറ്റുപാടുമുള്ളതിനെ പറ്റിയുള്ള ഒരു ബോധ്യമുള്ളതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ലിവിങ് ഓർഗാനിസംസ് ആണ് നമ്മൾ ഇന്ന് നോക്കിയത്. എന്തൊക്കെയായിരുന്നു? ഗ്രോത്ത്, റീപ്രൊഡക്ഷൻ, റെസ്പോൺസ്, മെറ്റബോളിസം, കോൺഷ്യസ്നെസ്. അപ്പോൾ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ